ഹായ് ഓൾ. ഞാൻ നിങ്ങളോട് കുറച്ച് എൻ്റെ കുട്ടിക്കാലത്തുള്ള കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മൊബൈലില്ല. ഫുൾ ടൈം ഇപ്പോഴത്തെ കുട്ടികൾ ഫുൾ ടൈം മൊബൈൽ നോക്കി അവരുടെ വാല്യബിളായിട്ടുള്ള ടൈം കളയുമല്ലേ ചെയ്യുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ അടയ്ക്കാനായിട്ട് കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് കുട്ടിക്കാലം ഞങ്ങളുടെ ചുറ്റും നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അവരെല്ലാവരും കൂടി ഒരുപാട് കളികൾ, വീട് വെച്ച് കളിക്കുക, അടിച്ചുവച്ചാട്ടം കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക എന്ന് വേണ്ട ഒരുപാട് കളി, മരത്തിൽ കയറി ഇരിക്കുക, ചാമ്പങ്ങ കഴിക്കുക, ആഞ്ഞിലിച്ചക്ക പറിച്ച് കഴിക്കുക, അങ്ങനെ ഒരുപാട് കുട്ടിക്കാലം ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വളരെ കുളിർമയും സന്തോഷവും മാത്രമുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളുടെ സ്നേഹം, അവരുടെ കെയറിങ്, നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കുട്ടിക്കാലത്തിലെ മധുരമായ ഓർമ്മകളിലൊന്നാണ് മാതാപിതാക്കളുടെ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. നമ്മൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് വ്യത്യാസം വരുമല്ലോ. പിന്നെ ഒരുമിച്ച് സ്കൂൾ തുറന്നു കഴിഞ്ഞാലോ പുതിയ ഡ്രസ്സിട്ട്, പുതിയ ബാഗിട്ട്, പുതിയ കുടയുമായിട്ട് കൂട്ടുകാരികളുടെ കൂടെ ചെന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അഥവാ നമ്മുടെ ക്ലാസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും, നമുക്കിനി ആരായിരിക്കും കൂട്ടുകാരികൾ. എന്നിരുന്നാൽ കൂടി ആ മഴക്കാലത്ത് നമ്മൾ കുടയും പിടിച്ച് പുതിയ ഡ്രസ്സും ഇട്ട് പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും എന്താ പറയുന്നത്, അതൊന്നും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കത് അതിൻ്റെ ഒരു പകുതി ഭാഗം പോലും അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലെന്ന് തന്നെ പറയാം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കുട്ടിക്കാലമായിരുന്നു. ഞങ്ങൾ നടന്നാണ് ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നത്. ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇടവഴിയിലൂടെ നടന്ന് കഥകളൊക്കെ പറഞ്ഞ് പുല്ലൊക്കെ കെട്ടിയിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കും. പുല്ല് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അന്ന് അടി കിട്ടില്ലെന്നാണ് പറയുന്നത്. അടി കിട്ടില്ല എന്നുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ നടക്കും. പിന്നെ ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അടി കിട്ടും. അല്ലെങ്കിൽ മാരുതിക്കാർ ഒരേ കളർ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാരണം എന്താ വെച്ചാൽ അന്ന് പലഹാരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള കുറേ സന്തോഷങ്ങളും മധുരമുള്ള ഓർമ്മകളും മാത്രം നിറഞ്ഞു നിന്നാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. വെക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ്. നമ്മൾ ജനിച്ച വീടെന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു വികാരമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു വികാരമാണ് നമ്മൾ ജനിച്ച വീട്. വീട്ടിലെ ഓരോ ഓർമ്മകളും, വീടെന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആ ചെറിയ കുഞ്ഞു കാൽപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണും സന്തോഷവും, മണ്ണിൽ കളിച്ചതും ഊഞ്ഞാലാടിയതും, ഓണം ആഘോഷിച്ചതും ക്രിസ്മസ് ആഘോഷിച്ചതും, മാതാപിതാക്കളുടെ കൂടെയുള്ള ഇണക്കങ്ങളും പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് ടെൻഷനാണ്. അയ്യോ എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചില്ല. അല്ലെങ്കിൽ ഒരു അടി തന്നു കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് ടെൻഷനാണ്. അയ്യോ എൻ്റെ കുഞ്ഞിന്ന് പിണങ്ങിയ കിടന്നേ, ഒന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷൻ നമുക്ക് മനസ്സിൽ. എന്നാലും നമ്മൾ പിണങ്ങിയിരിക്കുള്ളൂ. എങ്കിലും അവരുടെ ടെൻഷൻ നമ്മുടെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അഥവാ നമ്മളൊന്ന് രാത്രിയിൽ ഫുഡ് കഴിക്കാനൊന്ന് വൈകിപ്പോയാൽ ഉമ്മച്ചി ഒരു ഗ്ലാസ് പാലെങ്കിലും കാച്ചി കൊണ്ടുവന്ന് മോനെ ഇത് കുടിച്ചിട്ട് കിടക്ക് എന്ന് നമ്മളോട് വിഷമിച്ച് വിളിച്ച് നമുക്ക് തരുന്ന ആ കുട്ടിക്കാലമൊക്കെ ഓർക്കുമ്പോൾ എത്ര മധുരമുള്ള ഓർമ്മകളാണ്. മൊബൈലൊന്നും കണ്ടിട്ട് കൂടിയില്ലാത്ത ലോകമാണത്. എന്ത് രസമാണ്. ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് തോടുകളൊക്കെ ഉള്ള ഏരിയയാണ്. അവിടെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി തോർത്തുമായിട്ട് ചെന്നിട്ട് രണ്ടറ്റത്ത് പിടിച്ച് കൊച്ചു മീൻ പിടിക്കുമായിരുന്നു. അതൊരു കുപ്പിക്കകത്തിടും. കുപ്പിക്കകത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സന്തോഷവും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് ചത്തുപോകും. കുറേയൊക്കെ വീണ്ടും എടുത്ത് വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിടും. പിന്നെ വട്ടയില വെച്ചുള്ള ബാഗുകൾ, 4 കമ്പ് ഞാത്തി അതിലൊരു വീട് വെച്ചിട്ട് എല്ലാവരും കൂടി വീട്ടിൽ കുക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് ഇഷ്ടിക വെച്ച് മുളക് പൊടിയൊക്കെ ഉണ്ടാക്കി ആ ഓർമ്മകളൊക്കെ ആലോചിക്കുമ്പോൾ എത്ര മധുരമുള്ള ഓർമ്മകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മകളാണ്.
സ്കൂളിൽ പോകുന്നതും വരുന്നതും, സ്കൂളിലെ കൂട്ടുകാരും, ഒരേ ബെഞ്ചിലിരുന്ന് കളി പറഞ്ഞ് തമാശ പറഞ്ഞ് പഠിക്കുന്ന കൂട്ടുകാർ, 10ാം ക്ലാസ് വരെ നമുക്ക് ആ കൂട്ടുകാർ തന്നെയായിരിക്കും. ഇപ്പോൾ 5ാം ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ 10 വരെയും നമുക്ക് ആ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അതിനൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അവരൊക്കെ നമ്മുടെ തിക്ക് ഫ്രണ്ട്സ് ആവും. ഒരു അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോകും. നമ്മുടെ പള്ളിയിൽ ചന്ദനക്കുടമോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ അവർ നമ്മളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ കിട്ടുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ കൂട്ടുകാർ. പിന്നീട് നമ്മൾ +2 ഒക്കെ കഴിയും. +2 ആകുമ്പോൾ ഒരു ചേഞ്ച് വരുമായിരിക്കും. +2 പലരും പല സ്കൂളിലല്ലേ പഠിക്കുന്നത്. പിന്നീട് നമ്മൾ ഡിഗ്രി പഠിക്കാൻ പോകുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുക നമ്മുടെ വീടിൻ്റെ ഹോം സിക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വെക്കേഷൻ, ഒരു ലീവ് കിട്ടാൻ കാത്തിരിക്കും, ഓടി വീട്ടിലേക്ക് വരാൻ. എന്താ നമ്മൾ കിടക്കുന്ന ബെഡിലോട്ടൊന്ന് കിടക്കാൻ, ഉമ്മച്ചിയുടെ കൈ കൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഒക്കെയുള്ള ത്രില്ലായിരിക്കും. പിന്നെ തിരിച്ച് നമ്മൾ പഠിക്കാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. പിന്നീട് നമ്മൾ വിവാഹം കഴിച്ച് വിടുമ്പോൾ ആണ് ശരിക്കും നമ്മുടെ വീട് നമുക്ക് മിസ്സിങ് ആവും. നമ്മുടെ പേരൻസിനെ, നമ്മുടെ വീടിനെ, സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്, അവർക്ക് മിസ്സിങ് ആവുന്നത്. അവർ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ഓക്കെ, അവർ ആ ഭർത്താവിൻ്റെ വീടും കുട്ടികളും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആകുമായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലോ 2 മാസം കൂടി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമ്മുടെ വീട്, നമ്മൾ നടന്ന് വളർന്ന വഴികൾ, നമ്മുടെ വീട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അയൽവക്കത്തുകാർ, ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജവും സന്തോഷവും ഭയങ്കര അനുഭൂതിയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കുളിരോർമ്മകൾ തന്നെ, കുളിരൊരനുഭവം തന്നെയാണത്. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം. എനിക്ക് കുട്ടിക്കാലവും അതിനുശേഷമുള്ള വളർന്ന ലൈഫും വിവാഹശേഷം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ ഇത് കേൾക്കാൻ പടിവാതിൽ നമ്മുടെ ഉമ്മ ഇല്ല. മോനെ നീ വന്നോ, വന്നോ മോനെ, വെപ്രാളം പിടിച്ച് കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കി തരുന്നു, മട്ടൻ കറി ഉണ്ടാക്കി തരുന്നു, നല്ല നല്ല ആഹാരങ്ങൾ. ഉമ്മച്ചിമാരുടെ ടെൻഷൻ കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിലോട്ട് ഒരു മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലും നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നു, അവർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു. ആ വിളി കേൾക്കാൻ ഉമ്മ ഇല്ലാതെ വരുന്നൊരു നിമിഷത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ നമ്മുടെ പടിവാതിക്കലില്ല, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഉമ്മാ വാപ്പാന്നൊന്ന് വിളിക്കുമ്പോൾ അവർ വിളി കേൾക്കാൻ ഇല്ലാത്തൊരു നിമിഷം, എത്ര ഹൃദയം പൊട്ടിപ്പോകുന്നൊരു നിമിഷമായിരിക്കും അത്. ഒരിക്കൽ പടച്ചോനെ എല്ലാവരുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നീ തരണേ നാഥ. അവരുടെ കൺകുളിർക്ക് ചിരി കണ്ട് പടച്ചോനെ അവർക്ക് 100, 150 വയസ്സ് വരെ ജീവിക്കാൻ എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ അവരാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ഓരോ സന്തോഷം നമ്മുടെ മാതാപിതാക്കളാണ്. അതൊരിക്കലും നിലച്ചു പോവില്ലേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം. നിങ്ങളുടെയും കുട്ടിക്കാലം ഇങ്ങനെയൊക്കെയല്ലേ? നമ്മൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ ഭൂമിയോടും ഈ മണ്ണിനോടും ഇതിലുള്ള ഈ പ്രകൃതിയിലെ ഇന്ദ്രജാലങ്ങൾ കണ്ട് സന്തോഷിച്ച് വളരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മൊബൈൽ ലോകത്തുനിന്ന് മാറ്റി അവരെ നമ്മുടെ പ്രകൃതിയിലേക്ക് ഇണക്കി വളർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ മധുര ഓർമ്മകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്ന രീതിയിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ചേട്ടാ.